സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി രാജ്യസഭാ ചെയർമാനെതിരെ പ്രതിപക്ഷത്തിന്റെ അവിശ്വാസ പ്രമേയ നോട്ടീസ് വരുന്നു. രാജ്യസഭാ അധ്യക്ഷൻ എന്ന നിലയിൽ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ ഏകപക്ഷീയമായി പെരുമാറുന്നു എന്നാരോപിച്ചാണ് ഇന്ത്യ സഖ്യത്തിന്റെ പുതിയ നീക്കം. 24 രാഷ്ട്രീയ നിരീക്ഷകൻ ബി ദിലീപ് കുമാർ തത്സമയം ചേരുകയാണ്. ഗുഡ് മോർണിംഗ് ദിലീപ് കുമാർ. ഒരുപക്ഷെ ഈ ധൻഖറിനെ കുറിച്ച് അങ്ങനെയുള്ള ആരോപണങ്ങളൊന്നും സാധാരണ ഉയർന്നു കേൾക്കുന്നതല്ല. എന്നാൽ ഒരു കടുത്ത നടപടിയുമായി ഇന്ത്യ സഖ്യം മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. വിവരങ്ങൾ എസ്കെൻ, തികച്ചും അസാധാരണമായ നടപടിയാണ്. സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഉപരാഷ്ട്രപതിക്കെതിരെ, രാജ്യസഭാ അധ്യക്ഷനെതിരെ അവിശ്വാസ പ്രമേയത്തിന് പ്രതിപക്ഷമായ ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായി നോട്ടീസ് നൽകിയിരിക്കുന്നത്. പക്ഷേ ഈ പ്രമേയത്തിൻ്റെ തുടർ അവസ്ഥ എന്തായിരിക്കും എന്നതാണ് ഇപ്പോൾ ഏവരും ഉറ്റുനോക്കുന്നത്. രാജ്യസഭയിൽ പ്രതിപക്ഷത്തിന് വേണ്ടത്ര ഭൂരിപക്ഷമില്ല എന്നത് ഒരു വസ്തുതയാണ്. അത് അവിടെ നിലനിൽക്കുമ്പോൾ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം 14 ദിവസത്തെ നോട്ടീസ് ഇതുമായി ബന്ധപ്പെട്ട് ഈ അവിശ്വാസ പ്രമേയത്തിന് വേണം എന്നതാണ്. ആ നിശ്ചിത നോട്ടീസ് കാലാവധി അല്ലെങ്കിൽ ആ സമയപരിധി ഏതായാലും ഇപ്പോഴത്തെ ഈ നോട്ടീസ് നൽകിയതുമായി ബന്ധപ്പെട്ടില്ല എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. 2020 ഉപരാഷ്ട്രപതിയായിരുന്ന വെങ്കയ്യ നായിഡു അന്നത്തെയും അതോടൊപ്പം തന്നെ ഇപ്പോഴും രാജ്യസഭയുടെ ഉപാധ്യക്ഷനായി തുടരുന്ന ഹരിവംശ് സിംഗ്, അദ്ദേഹത്തിനെതിരെ പ്രതിപക്ഷം 2020 ഒരു അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരുന്നതാണ്. പക്ഷേ ഈ 14 ദിവസത്തെ സമയപരിധി പാലിച്ചില്ല എന്ന് ചൂണ്ടിക്കാട്ടി അന്ന് ആ അവിശ്വാസ പ്രമേയ നോട്ടീസ് വെങ്കയ്യ നായിഡു തള്ളിക്കളയുകയാണ് ചെയ്തത്. ഇപ്പോഴും ആ പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. കാരണം 20-ാം തീയതി ഡിസംബർ 20 വരെയാണ് ഈ സഭാ സമ്മേളന കാലാവധി നിശ്ചയിച്ചിട്ടുള്ളത്. 10-ാം തീയതി, അതായത് ഇന്നലെയാണ് പ്രതിപക്ഷം ഇത് സംബന്ധിച്ച നോട്ടീസ് നൽകിയത്. അങ്ങനെയെങ്കിൽ 25-ാം തീയതി മാത്രമേ ഈ പ്രമേയം ചർച്ചയ്ക്കെടുക്കാൻ കഴിയൂ. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇത് ഉപാധ്യക്ഷൻ്റെ ഹരിവംശ് സിംഗിൻ്റെ വിവേചനാധികാരം കൂടിയാണ്. ഈ സമയപരിധി പാലിക്കണം എന്നത് ഭരണഘടനയുടെ 67-ാം വകുപ്പിലാണ് പറയുന്നത്. 64-ാം വകുപ്പാണ് ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിക്കാണ് ഈ രാജ്യസഭയുടെ അധ്യക്ഷ സ്ഥാനം എന്നത് നിർവചിക്കുന്നത്. 90-ാം വകുപ്പിൽ പറയുന്നതാകട്ടെ ഇതിൻ്റെ വോട്ടിങ്ങുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ്. വോട്ടിംഗ് നടക്കുമ്പോൾ രാജ്യസഭാ അധ്യക്ഷൻ അതുമായി ബന്ധപ്പെട്ട നടപടികൾ നിയന്ത്രിക്കാൻ പാടില്ല എന്ന കാര്യം പറയുന്നുണ്ട്. ഈ സഭയിൽ ഹാജരായിട്ടുള്ള അംഗങ്ങളുടെ അതിൻ്റെ ഭൂരിപക്ഷം മാത്രം, അതായത് രാജ്യസഭയുടെ മൊത്തം അംഗത്തിൻ്റേതല്ല, ഈ പ്രമേയം ചർച്ചയ്ക്കെടുക്കുമ്പോൾ എത്ര അംഗങ്ങളാണോ സഭയിലുള്ളത് അവരുടെ ഭൂരിപക്ഷം മതിയാകും. പിന്നീട് ലോക്സഭയുടെ അംഗീകാരം കൂടി ഇതിന് വേണ്ടതുണ്ട്. അക്കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. പക്ഷേ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഈ സമയപരിധി തന്നെയാണ്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഇനി എന്തായിരിക്കും തുടർന്ന് നീക്കം എന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇത് അടുത്ത സമ്മേളനത്തിലേക്ക് ഈ പ്രമേയ നോട്ടീസ് മാറ്റാൻ കഴിയില്ല. അടുത്ത സമ്മേളനം വരികയാണെങ്കിൽ വീണ്ടും പുതുതായി ഒരു നോട്ടീസ് പ്രതിപക്ഷത്തിന് അത്തരമൊരു സാഹചര്യം ഈ ഉപരാഷ്ട്രപതിക്കെതിരെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം പക്ഷപാതപരമായി പെരുമാറുന്നു എന്നാരോപിച്ചാണ് ഇപ്പോൾ പ്രതിപക്ഷം അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയിട്ടുള്ളത്. എസ്.കെ. താങ്ക് യു ദിലീപ് കുമാർ. അരുൺ മുട്ടട പറഞ്ഞു, എസ്.കെ. 2011 നഴ്സറി കുട്ടികളുമായി പാർവതി പുത്തനാറിലേക്ക് ഒരു സ്കൂൾ വാഹനം മറിഞ്ഞുണ്ടായ അപകടം താങ്കൾക്ക് ഓർമ്മയുണ്ടല്ലോ. തിരുവനന്തപുരത്തെ സ്കൂൾ കുട്ടികളുമായി വണ്ടികൾ അതിവേഗത്തിൽ പാഞ്ഞു പോകുമ്പോൾ കാണുമ്പോൾ പേടിയാണെന്ന് പറയുന്നു. കുട്ടികളെ കൊണ്ട് അങ്ങനെ പാഞ്ഞു പോകാൻ പാടില്ല. എത്ര കിലോമീറ്റർ സ്പീഡിൽ ആ റോഡിൽ പോകാം എന്നുള്ളതിന് കൃത്യമായി പാലിക്കുന്നുണ്ടോ എന്ന് മോട്ടോർ വാഹന വകുപ്പിന് നിരീക്ഷണം വേണം. എനിക്കറിയാം ഈ മോട്ടോർ വാഹന ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ ആൾ കുറവാണ്. അതൊരു വലിയ പ്രശ്നം തന്നെയാണ്. സീറോ ആക്സിഡൻ്റ് എന്നൊരു മുദ്രാവാക്യമായി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഏറ്റവും വലിയ കീറാമുട്ടി അതായിരിക്കും. അങ്ങനെയാണെങ്കിൽ കോളേജ് കുട്ടികളെയൊക്കെ ട്രെയിൻ ചെയ്ത് അല്ലെങ്കിൽ +2 കുട്ടികളെയൊക്കെ ട്രെയിൻ ചെയ്ത് റോഡിൽ നിർത്തണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. സന്തോഷ് എഴുകോൺ പറയുന്നു, ചേട്ടാ പച്ചയും ചുവപ്പും മഞ്ഞയും വിളക്കുകൾ മാത്രമാണ് ട്രാഫിക് സിഗ്നലുകൾ എന്നാണ് പലരുടെയും ധാരണ. റോഡിലെ വരകളെക്കുറിച്ചും ലൈസൻസുള്ള ഡ്രൈവേഴ്സിന് പോലും അറിയില്ല. ദയനീയമാണ് നമ്മുടെ ട്രാഫിക് അവബോധം എന്ന് പറയുന്നു. അതൊക്കെ നമുക്ക് കുറച്ചുകൂടെ അവബോധം ഉണ്ടാക്കാനുള്ള പരിപാടികളൊക്കെ കൊടുക്കാം. നമുക്ക് നോക്കാം എന്തായാലും കെ ബി ഗണേഷ് കുമാർ മന്ത്രി ഇതിനോട് എങ്ങനെ പ്രതികരിക്കുമെന്ന് നോക്കട്ടെ.